അങ്ങനെ ഇന്ത്യ ഇംഗ്ലണ്ട് 4ാമത്തെ ടെസ്റ്റ് അവസാനിച്ചു. ഓൾഡ് ട്രാഫോർഡിൽ എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്ററിൽ വെച്ച് നടന്ന 4ാമത്തെ ടെസ്റ്റ് ആവേശകരമായ സമനിലയിൽ ഇന്ത്യ കൊണ്ടെത്തിച്ചു. എങ്ങനെ കൊണ്ടെത്തിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് തന്നെയാണ് കൊണ്ടെത്തിച്ചത്. ഇന്നത്തെ ദിവസം കളി തുടങ്ങുമ്പോൾ 8 വിക്കറ്റാണ് നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നത്. രാഹുലും ഗില്ലും ബാറ്റ് ചെയ്യുന്നു. ബാലികേറാമല പോലത്തെ ലീഡ് ഇംഗ്ലണ്ട്, അത് മറികടന്ന് വേണം ഇന്ത്യക്ക് ലീഡ് കിട്ടാൻ. ലീഡ് കിട്ടിയിട്ട് വേണമെങ്കിൽ ഒരു ബാറ്റിംഗ് അയക്കാം, അല്ലെങ്കിൽ അയക്കാതിരിക്കാം. പക്ഷെ അവസാനത്തെ ദിവസമാണ്, എങ്ങനെ പിച്ച് പെരുമാറുമെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ കരുതലോടെ കളിച്ചു. ഗില്ലും രാഹുലും നല്ല അടിത്തറ തന്നു. പക്ഷേ അടുത്തടുത്ത ഇടവേളകളിൽ രാഹുലും ഗില്ലും ഔട്ടായി. ഗില്ല് സെഞ്ചുറി അടിച്ചിരുന്നു, ഔട്ടായി. അപ്പോൾ വിചാരിച്ചു എന്തായാലും തീർന്നു. കാരണം പിച്ചിൻ്റെ സ്വഭാവം എങ്ങനെ അറിയില്ല, വാൾട്ടക്കാരെങ്ങനെ, അല്ലെങ്കിൽ മിഡിൽ ഓർഡർ ബാക്കിയുള്ളവർ വാൾട്ടക്കാരെങ്ങനെ പിടിച്ചേക്കുമെന്ന് അറിയില്ല. തോക്കുമെന്ന് വിചാരിച്ച കളിയായിരുന്നു. പക്ഷേ വാഷിങ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും നമ്മുടെ ചിന്തകൾക്കപ്പുറമായി അവർ പ്രവർത്തിച്ചു. 2 പേരും സെഞ്ചുറി അടിച്ചു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവർ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ വലഞ്ഞു. അവർ ഇംഗ്ലണ്ടുകാർ വലപ്പിച്ചു. ആവശ്യമുള്ള പന്തുകളെ മാത്രം ആക്രമിക്കുന്നു, അല്ലാത്ത പന്തുകളെ പ്രതിരോധിക്കുന്നു. അങ്ങനെ ഒരു സംഭവം വർക്കൗട്ടായി. അവസാനം 15 ഓവർ അങ്ങോട്ട് ബാക്കിയുള്ളപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ്, ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റനായ ബെൻ സ്റ്റോക്സ് അവസാനം കൈ കൊടുത്തിട്ട് മത്സരം സമനിലയിൽ ഉപേക്ഷിക്കാം എന്നുള്ള ലെവലിലെ കൈ വന്നപ്പോൾ ജഡേജയും വാഷിങ്ടൺ സുന്ദറും കൈ കൊടുത്തില്ല. കാരണം ജഡേജ ഓൾറെഡി 90 നിൽക്കുന്നു, വാഷിങ്ടൺ സുന്ദർ ഓൾറെഡി 85 നിൽക്കുന്നു. എന്തിനൊരു വെറുതെ ഒരു സെഞ്ചുറി പാഴാക്കി കളയണം? അങ്ങനെ ഒരു കൈ കൊടുത്തില്ല. അവസാനം അവർ 2 പേരും, ജഡേജ ആദ്യം സെഞ്ചുറി അടിച്ചു, പിന്നെ വാഷിങ്ടൺ സുന്ദറും സെഞ്ചുറി അടിച്ച് ഉടനെ ജഡേജയും വാഷിങ്ടൺ സുന്ദറും കൈ കൊടുത്തിട്ട് അങ്ങനെ സമനിലയിൽ അവസാനിപ്പിച്ചു. എന്തായാലും ജയിക്കും, അവർക്ക് ജയിച്ച് ഈ പരമ്പര തൂത്തുവാരാനുള്ള അവസരമായിരുന്നു ഇത്. പക്ഷെ അത് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ കഷ്ടപ്പെട്ട് തടുത്തിട്ടു. ഇനിതാ അടുത്ത ടെസ്റ്റ്, 5ാമത്തെ ടെസ്റ്റ്. അതെങ്ങനെയെങ്കിലും ഇന്ത്യ ജയിച്ച് 2-2 സമനിലയിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അത്ര തന്നെ ഉള്ളൂ. പക്ഷെ നമ്മുടെ ബോളിങ്ങിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ വളരെ പരിതാപകരമാണ്. എന്തെങ്കിലും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കാര്യമായി പണിതേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ ശരിയാവുന്നില്ല. ബാറ്റിംഗ് ഓർഡർ വലിയൊരു കുഴപ്പമില്ലാതെ ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നിരാശയാണ്. അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം വേണം.